എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അതിലെ GK സയൻസ് പാർട്ടാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. 1, 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഏതാണ്? രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് അല്ലെ? അപ്പൊ 3 മാത്രം എന്നുള്ളതാണ് ആൻസർ. സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? നിയമലംഘന പ്രസ്ഥാനമായിരുന്നു, ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു, കർഷക സമരമായിരുന്നു, ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു. ആൻസർ എന്താ വരിക? ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ളത് ആണ് തെറ്റായിട്ടുള്ളത്. അപ്പം സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വ്യക്തികൾ: സത്യപാൽ മല്ലിക്, മംഗൾ പാണ്ഡെ, വെല്ലിംഗ്ടൺ പ്രഭു, സൈഫുദ്ദീൻ കിച്ലു. ആൻസർ ഡി ആണ്, സത്യപാൽ മല്ലിക്കും സൈഫുദ്ദീൻ കിച്ലുവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിൻതീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ആൻസർ എ ആണ്, ഗാന്ധിജി ക്രിപ്സ് മിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപ കാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ: നാനാസാഹിബ്, ഝാൻസി റാണി, ജനറൽ ഭക്ത് ബഹദൂർ ഷാ രണ്ടാമൻ. ആൻസർ ബി ആണ്, 3, 4. ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ എ, ഡൽഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത. ആൻസർ സി, ദാക്ഷായണി വേലായുധൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം. ആൻസർ എ, മൗലിക അവകാശങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം. ആൻസർ ഡി, റെയിൽവേ. വിവരാവകാശത്തിന് കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി. ആൻസർ ബി, BB സാവന്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈകുണ്ഠസ്വാമികളുടെ രചന ഏത്? ദർശനമാല, നവമഞ്ജരി, ആദിഭാഷ, അരുൾനൂൽ. ആൻസർ സി ആണ്, അതായത് അരുൾനൂലാണ് വൈകുണ്ഠസ്വാമിയുടെ രചന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏത്? തിരുവിതാംകൂറിലെ ദളവൈ ആയിരുന്നു, മാത്യു തരകനെ സംരക്ഷിച്ചു, മെക്കാളെയുമായി ശത്രുതയിലായിരുന്നു. ആൻസർ ഡി ആണ്, മാത്യു തരകനെ സംരക്ഷിച്ചു എന്നതാണ് ചേരാത്ത പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരം തിരിച്ചത് ഏതു പേരിൽ? പാട്ടം, വെറും പാട്ടം, ദാനം, ദേവസ്വം, ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, ഭണ്ഡാരവക, സാമം, ദാനം, ഭേദം, പാട്ടം. ഏതാണ് ആൻസർ വരിക? 2 മാത്രമാണ് വരിക. ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, ഭണ്ഡാരവക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകനാരെ? ആൻസർ ബി, വാഗ്ഭടാനന്ദൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. കാനിങ് പ്രഭുവിന്റെ തീരുമാനമനുസരിച്ച് മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിന്റെ തോൽവിയെ തുടർന്ന്. ആൻസർ സി ആണ്, 1, 3 ആണ് ശരിയായ വസ്തുതകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി? ആൻസർ ബി, പെരിയാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യം? ആൻസർ ഡി, ഖത്തർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം ഇന്ത്യ ഏതു വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥിതിയാണ് സ്വീകരിച്ചത്? ആൻസർ സി, മിശ്ര സമ്പദ് വ്യവസ്ഥിതി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് സംവിധാനത്തിന് പകരമായാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ആൻസർ എ, ആസൂത്രണ കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി? ആൻസർ ഡി, പ്രശാന്ത ചന്ദ്ര മഹൽനോബിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത്? ആൻസർ എ, ഹരിത വിപ്ലവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1962 ഇൻഡോ ചൈന യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണം എന്ത്? ആൻസർ ഡി, ദലൈലാമയ്ക്ക് അഭയം നൽകിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത് ഗവർണറായി 2016 സ്ഥാനമേറ്റത്? ആൻസർ ഡി, ഊർജിത് ആർ പട്ടേൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ? ആൻസർ എ, ഗ്രീഷ്മകാലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തരംതിരിക്കാം? ആൻസർ സി, 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആനമുടിയുടെ ഉയരം? ആൻസർ എ, 2695. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെ? ആൻസർ ബി, മറയൂർ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ സാന്ദ്രതയുള്ള ജില്ല? ആൻസർ ഡി, ഇടുക്കി. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്? ആൻസർ ബി, ബാമർ. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം? ആൻസർ എ, ഇടനാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി? ആൻസർ സി, പീച്ചി. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല? ആൻസർ സി, കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം? ആൻസർ സി, ആലട്ടിച്ചുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നുകൊടുത്തത്? ആൻസർ ബി, ഉത്തർപ്രദേശ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗം? ആൻസർ ഡി, വാർട്ടൺ ഗർത്തം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി? ആൻസർ എ, പാമ്പാർ. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തുവർ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം? ആൻസർ ഡി, സിറസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി? ആൻസർ സി, PT ഉഷ. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി? ആൻസർ ബി, സുന്ദരി കണ്ടൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല? ആൻസർ ഡി, പാലക്കാട്. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി? ആൻസർ എ, സർവേ ഓഫ് ഇന്ത്യ. ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ ആതിഥ്യമരുളിയ ആദ്യ ജില്ല? ആൻസർ സി, കോട്ടയം. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിനു വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം? ആൻസർ എ, ആര്യ സമാജം. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി? ആൻസർ സി, ജവഹർലാൽ നെഹ്റു. 42ാം ഭരണഘടന ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ? ആൻസർ ബി, മതേതരത്വം, സ്ഥിതി സമത്വം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈക്കൽ ആഞ്ചലോയുടെ ലാ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥം? ആൻസർ ഡി, കരുണ. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഏതാണ്? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനവും സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതുമാണ്. എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം? ആൻസർ ബി, അരുൺ ഗോയൽ. ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ 2022 ആപ്തവാക്യം?
ആൻസർ എ, ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ച ഫുട്ബോളിനു നൽകിയ പേര്. ആൻസർ സി, അൽ റിഹ്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ 34ാമത് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി. ആൻസർ ഡി, ശ്യാം ശരൺ നെഗി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യനിൽ ആഹാര വസ്തുക്കൾ കടിച്ചുകീറാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ്? ആൻസർ ബി, കോമ്പല്ല്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുക എന്നതാണ് പ്രോട്ടീനിന്റെ ധർമ്മം. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകങ്ങളാണ് പ്രോട്ടീൻ. ധാന്യങ്ങളിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. ആൻസർ ബി ആണ്. 2ഉം 4ഉം ആണ് ശരിയായ പ്രസ്താവനകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിന്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. ഇത് ഏതു വിളയുടെ വിത്താണ്? ആൻസർ സി, പാവൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഡി, ഇരവികുളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഭക്ഷ്യ ശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജി ആണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ്? ആൻസർ എ, ഹരിത സസ്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2021 പരിസ്ഥിതി ദിന സന്ദേശം ഏതാണ്? പ്രകൃതിക്ക് വേണ്ടിയുള്ള സമയം, വായുമലിനീകരണം തടയുക, ജനങ്ങളെ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തുക, ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. ഏതാണത്? ആൻസർ സി ആണ്. അതായത് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവം ഏത്? ആൻസർ എ, ശ്വാസകോശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ്. ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. പ്രകീർണനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അന്തരീക്ഷമർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷമർദ്ദം അളന്ന ശാസ്ത്രജ്ഞനാണ്. ആൻസർ ഡി, ടോറിസെല്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ എ, സോഡിയം ബെൻസോയേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോഡ കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു. ജലത്തിൽ ലയിച്ചു ചേർന്ന ഏതു വാതകമാണ് കുമിളകളായി പുറത്തു വരുന്നത്? ആൻസർ സി, കാർബൺ ഡൈ ഓക്സൈഡ്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരാണ് എന്താണ്? കമ്പനം. രസതന്ത്രത്തിൽ 2020 നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞനാണ്. ആൻസർ എ, ഇമാനുവൽ ഷാർപെന്റിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മ്യൂക്കോമൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ബി, ബ്ലാക്ക് ഫംഗസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. COVID-19 എതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ. ആൻസർ ബി, കോവാക്സിൻ. എംഫസീമ ബാധിക്കുന്ന അവയവം. ആൻസർ എ, ശ്വാസകോശം. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകം. ആൻസർ എ, പ്രോട്ടീൻ. ഈച്ച പരത്തുന്ന ഒരു രോഗം. ആൻസർ ബി, കോളറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസുലിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. ആൻസർ എ, പ്രമേഹം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റ് പദ്ധതി. ആൻസർ ബി, താലോലം. ജീവകമേ അടങ്ങിയ ആഹാര പദാർത്ഥം. ആൻസർ സി, ചീര. മന്ത് പരത്തുന്ന ജീവി. ആൻസർ എ, കൊതുക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ ഏതു രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗം. ആൻസർ ഡി, എയ്ഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാർവത്രിക
ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്? ആൻസർ ഡി, ഓ. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി. ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. മെഡിസെപ്പ്. ഇതെല്ലാം കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അത് കാരണം നമ്മളുടെ പ്ലേലിസ്റ്റിൽ ഒരു 155ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതെല്ലാം നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിന്ന് ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റാവുന്നതാണ്. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം? ആൻസർ ബി, സ്കർവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലിഹെൽത്ത് ഹെൽപ്പ് ലൈൻ? ആൻസർ എ, ദിശ. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി? ആൻസർ സി, സ്നേഹ സാന്ത്വനം. ഇതിന്റെ മാത്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള ചാനലിൽ വർക്ക് ഔട്ട് ആയിട്ട് കാണാവുന്നതാണ്. 2007 മുതലുള്ള എല്ലാ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അതിൽ വർക്ക് ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ ഈ 2025 PSCയിൽ ലഭ്യമാകും. താങ്ക് യു ഫോർ വാച്ചിങ്.